നവംബർ 20 വലോയിസിലെ വിശുദ്ധ ഫെലിക്സ്, ഹഗ് ഓഫ് വലോയിസ് എന്നും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം കൗണ്ട് റൗൾ ഡി വെർമാൻഡോയിസ് എറ്റ് ഡി വലോയിസിൻ്റെയും ഏലിയനോർ ഡി ഷാംപെയിൻ്റെയും മകനായിരുന്നു. കുട്ടിക്കാലത്ത് ഫെലിക്സിന് ക്ലെയർവോക്സിലെ വിശുദ്ധ ബെർണാഡിൻ്റെയും ഇന്നസെൻ്റ് രണ്ടാമൻ മാർപ്പാപ്പയുടെയും അനുഗ്രഹങ്ങൾ ലഭിച്ചു. ക്ലെയർവോക്സിലെ ആബിയിലായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത്. ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ അങ്ങേയറ്റം വിനാശകരമായ വിവാഹമോചനത്തെ തുടർന്ന് അവൻ തൻ്റെ സമ്പത്ത് ഉപേക്ഷിച്ച് ഫെലിക്സ് എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം ക്ലെയർവോക്സിൽ ഒരു സിസ്റ്റേഴ്സിയൻ സന്യാസിയായി തീർന്നു. അതിനുശേഷം ഫ്രാൻസിലെ മയോക്സ് രൂപതയായ ഗാലറസ്സെ വനത്തിൽ സന്യാസിയായി. അദ്ദേഹം മഠത്തിലെ സെയിൻറ്റ് ജോണിൻ്റെ സുഹൃത്തും ആത്മീയ ഗുരുവുമായിരുന്നു. സ്പെയിനിലെയും വടക്കേ ആഫ്രിക്കയിലെയും മൂർസ് അടിമകളായി പിടിക്കപ്പെട്ട ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുന്നതിനായി അവർ രണ്ടുപേരും ചേർന്ന് ബന്ദികളുടെ മോചനത്തിനായി ഓർഡർ ഓഫ് ഹോളി ട്രിനിറ്റി സ്ഥാപിച്ചു. 1198 ഡിസംബർ 17 ഈ ഉത്തരവിന് മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ചു. 40 വർഷത്തിനുള്ളിൽ ലോകമെമ്പാടും 600-ലധികം വീടുകൾ ഉണ്ടായിരുന്നു. 800 വർഷത്തിലേറെ ശുശ്രൂഷ തുടരുന്ന 20-ലധികം രാജ്യങ്ങളിലെ ജയിൽ മന്ത്രാലയങ്ങളിൽ 600ഓളം അംഗങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നു. വലോയിസിലെ വിശുദ്ധ ഫെലിക്സ് 1212 നവംബർ 4 ഫ്രാൻസിലെ പിക്കാർഡിയയിലുള്ള സെർഫ്രോയ്സ് ആശ്രമത്തിൽ വെച്ച് അന്തരിച്ചു. തീർത്ഥാടന കേന്ദ്രമായി മാറിയ സെർഫ്രോയിയിലെ പള്ളിയിൽ അടക്കം ചെയ്തു. 1262 മെയ് 1 റോമിൽ വെച്ച് വിശുദ്ധനായി പ്രഖ്യാപിച്ചു.